നിങ്ങൾ ജീവിതത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്നവരാണോ? എത്ര നാളായിട്ട് നിങ്ങളിങ്ങനെ തോറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്? ശരിക്കും തോറ്റവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ റണ്ണിങ് റേസ് കണ്ടിട്ടുണ്ടോ? കാണാത്തവരുണ്ടോ? അല്ലേ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് കാണുന്ന ഇതിൽ 10ാമത് ഓടി വരുന്നവൻ്റെ മാനസികാവസ്ഥ അല്ലേ? ആലോചിച്ചിട്ടുണ്ടോ? മുന്നിൽ ഓടി മുന്നേറുന്നവനെയാണ് എപ്പോഴും ക്രൗഡ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറുള്ളത്. പക്ഷേ അവസാനം ഓടി വരുന്നവൻ്റെ മാനസികാവസ്ഥ അല്ലേ, അതിലൂടെ ആയിരിക്കും പലപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് അതെ ഞാൻ തോറ്റവനാണ്. കണ്ടിരിക്കുന്ന എല്ലാവരും നമ്മളെ വിളിക്കുന്നൊരു പേരുണ്ട്, ലൂസർ. നഷ്ടപ്പെട്ടു പോയവൻ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവൻ, സ്വപ്നങ്ങളിൽ നഷ്ടപ്പെട്ടു പോയവൻ, കരിയറിൽ നഷ്ടപ്പെട്ടു പോയവൻ, വിദ്യാഭ്യാസത്തിൽ നഷ്ടപ്പെട്ടു പോയവൻ. അതെ, ശരിയാണ്. എങ്ങനെ? ഈ 10ാമത് ഓടി വരുന്നവൻ കാണിച്ച ചങ്കൂറ്റം ഉണ്ടല്ലോ, ആ ട്രാക്കിൽ ഇറങ്ങി ഓടാൻ കാണിച്ച ചങ്കൂറ്റം, ചുറ്റിനും ഇരുന്ന് കൈയടിച്ച 10,000-ങ്ങൾക്ക് ഇല്ലാതെ പോയൊരു ചങ്കൂറ്റം, ഞാൻ തോക്കുമെന്നറിഞ്ഞിട്ടും വിടാതെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടി കയറിയ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അവൻ്റെ ഒരു കഴിവ്, അവൻ്റെ ഒരു മാനസികാവസ്ഥ, ഇത്ര ആളുകളെ ഫേസ് ചെയ്യാനുള്ള, അവനും മറ്റുള്ളവരെ പോലെ തന്നെ ജയിക്കണമെന്ന് കരുതി ഓടിയവനാണ്. അതുമാത്രമല്ല, മറ്റുള്ളവരെ പോലെ തന്നെ അവൻ പ്രാക്ടീസ് ചെയ്ത് ഗ്രൗണ്ടിൽ ഇറങ്ങി കഷ്ടപ്പെട്ട് ഓടി വന്നവനാണ്. ആ ഒരു ദിവസം, ആ ഒരു നിമിഷം അവന് ജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ എങ്ങനെയാണ് ലൂസർ ആവുന്നത്? ശരിക്കും ആരാണ് ലൂസർ? ഇത്രയും ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഗ്രൗണ്ടിൽ ഇറങ്ങി ഒരു 4 ചുവട് മുന്നോട്ട് നടക്കാൻ പോലും കഴിയാത്ത, അതിനുള്ള ചങ്കുറപ്പില്ലാത്ത, ചുറ്റിനും കൈയടിച്ച 10,000-ങ്ങളാണോ? അതോ ആ ഗ്രൗണ്ടിൽ ഇറങ്ങി ഓടി അവസാനമായി എല്ലാവരെയും ഫേസ് ചെയ്ത് അതേ ഞാൻ നിങ്ങളുടെ കൺമുന്നിൽ ലൂസറാണ് എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ, എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ ലൂസർ അല്ല എന്ന ആ ഒരു കോൺഫിഡൻസ് കൂടി വീണ്ടും അടുത്ത മത്സരത്തിന് ഇറങ്ങുന്ന അവനാണോ വിന്നർ? അവനാണോ ലൂസർ? നമ്മളാണോ വിന്നർ? നമ്മളാണോ ലൂസർ? ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മളെ പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് തിരിക്കുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അയ്യോ, അവർ പറയും വലിയ കാര്യത്തിന് നീ ഇത് ചെയ്യാൻ പോയി, എന്താ വായി, ഞാൻ പറഞ്ഞതാ. ഇതാണ് നമ്മളെ ഏറ്റവും അധികം പിന്നോട്ട് വലിക്കുന്നത്. നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ആലോചിക്കുന്ന അങ്ങനെയാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു? മറ്റുള്ളവർ എന്തും വിചാരിക്കട്ടെ, മറ്റുള്ളവരാണോ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾ വിജയിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്.